ഒരു അഡിക്ഷൻ പോലെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. നിങ്ങളതൊരിക്കലും വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറല്ല. പേഴ്സൻ്റെത് എന്ത് തന്നെയാണെങ്കിലും, ഇങ്ങോട്ടുള്ളത് എന്ത് ചലഞ്ചാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടെന്ന് നോക്കാം. നമുക്കൊരു കാർഡ് കൂടി നോക്കി നോക്കാം. കിട്ടിയിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളൊരു ലൂപ്പിലെന്ന പോലെ നിങ്ങൾ ഈ ഒരു ഇതിൽ പെട്ടുപോയി എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്കതില്ലാതെ ആ ഒരു നിങ്ങൾ ആരെയും അറിയിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ എന്ത് തന്നെയാണെങ്കിലും അവരേക്ക് നിങ്ങൾ ചേസ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അവർക്ക് ഇഷ്ടമെങ്കിൽ അവർ തിരിച്ചു പറ്റും. നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു ഇത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളോട് അത് ഉള്ളിൽ നിങ്ങൾക്ക് കൊണ്ടു കിടക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഒരു പക്ഷേ നിങ്ങളത് മറന്നു കളയുന്നതായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായിരിക്കുക. അതുകൊണ്ടായിരിക്കും ഈ ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. 3 ഓഫ് പെന്റക്കിൾസ്, 5 ഓഫ് വാൻഡ്സ്, ദ മൂൺ, 4 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്. കണ്ടില്ലേ, പേജ് ഓഫ് വാൻഡ്സിന് താഴെ കിങ് ഓഫ് വാൻഡ്സ് തന്നെ വന്നിരിക്കുന്നത്. 3 ഓഫ് വാൻഡ്സ്. ഇവരെന്ത് തന്നെയാണെങ്കിലും എന്തോ ഒരു ഇതിൽ പെട്ടുപോയ ഒരവസ്ഥയാണ്. അവരെ കാര്യമായിട്ട് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സ്നേഹം തിരിച്ചറിയുന്ന ഒരു പീരീഡായിരിക്കാം. അവർ ആ ഒരു പുതിയ പാഠങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പഠിപ്പിക്കുന്നൊരവസ്ഥയിൽ ഒരു പക്ഷേ അവർക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. അവർക്കൊരുപാട് അങ്ങനെ ഒരു ചിന്തയിലൂടെ ഇന്ന് കടന്നു പോകുന്നത്. പക്ഷേ അവർക്ക് ചുറ്റും ഒരുപാട് വഴക്കുകൾ, കോൺഫ്ലിക്റ്റുകൾ, വിഷമങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റും കൂടി നിൽക്കുന്നവർ എന്തിനാണെന്നറിയാതെ, അവർക്കും അറിയില്ല എന്തിനാണെന്ന്, ഒരുപാട് വിഷമങ്ങളും